Hello. Welcome to Market Discussion of the Day. Today, June 22nd, 2026, Monday ആണ്, പുതിയൊരു വീക്കാണ്. സോ പുതിയൊരു വീക്കിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് അടുത്ത ആഴ്ച, അതായത് ജൂലൈ 6 പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് കഴിഞ്ഞ ആഴ്ച ഒരുപാട് ഫണ്ടമെൻ്റൽസ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം നമുക്കറിയാം അല്ലേ. സോ അതിന് മുന്നേ ആയിട്ട് നമുക്ക് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള US-ഉം ഇറാനും തമ്മിലുള്ള ഒരു എന്താ പറയുക, വാർ അവിടെ അവസാനിക്കുന്ന ഒരു സംഭവം അവിടെ മനസ്സിലാക്കി ഓൾമോസ്റ്റ് ഒരു ഫൈനൽ പീസ് ഡീൽ ഓഫ് 60 ഡേയ്സിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിൽ നിന്ന് മില്യൺസ് ഓഫ് ബാരൽസ് ഓഫ് ക്രൂഡ് ഓയിലും കണ്ടിന്യൂ ആയിട്ട് ഫ്ലോ ആവാൻ തുടങ്ങിയതിലൂടെ നമ്മളുടെ എന്ത് സംഭവിച്ചു, നമ്മളുടെ ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് നല്ല രീതിയിൽ കുറഞ്ഞു എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം അല്ലേ. സോ ക്രൂഡ് ഓയിൽ ഇതിനകത്ത് കാണിക്കുന്നില്ല. സോ എനിവേസ് ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് ഓൾമോസ്റ്റ് ഒരു $75 പെർ ബാരലിലൊക്കെയാണ് ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് 100-120 വരെയൊക്കെ പോയതാണ് ഈ ഒരു വാറിൻ്റെ സമയത്ത് അല്ലേ. സോ ബേസിക്കലി അതാണ് നമുക്ക് പൊളിറ്റിക്കലായിട്ടുള്ളൊരു അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നീട് കഴിഞ്ഞ ആഴ്ച ബേസിക്കലി ഫസ്റ്റ് മേജർ ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ആയിരുന്നു. സോ ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനകത്ത് ബേസിക്കലി നമ്മൾ 0.75% നിന്ന് അവർ 1% ആയിട്ട് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി. സോ സ്വാഭാവികമായിട്ടും USD/JPY എന്ന് പറയുന്ന പേര് താഴോട്ട് പോകേണ്ടതാണ്, പക്ഷേ ഒന്നും പോയില്ല. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ അത് ഓൾറെഡി എക്സ്പെക്റ്റഡ് ആയിരുന്നു. എന്താണ് 0.1% കൂടും എന്നുള്ളതിന് അല്ലേ. സോ ബേസിക്കലി USD/JPYൻ്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ മീനിങ്, ഇപ്പം USD/JPY 161.65 നിൽക്കുന്നു അല്ലേ. സോ ഈ 165.65 ഈ പറയുന്ന USD/JPY നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അത് ജാപ്പനീസ് സേനയിൽ അത്ര നല്ലൊരു കാര്യമല്ല ഈ പറയുന്ന 162 നിൽക്കുന്നു. ഉറപ്പായിട്ടും എന്ത് സംഭവിക്കും, ജാപ്പനീസ് ഗവൺമെൻറ് അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ജപ്പാൻ അതിനകത്ത് ഇടപെട്ട് ഇൻ്റർവെൻഷൻസ് ഉണ്ടായിട്ട് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതലുള്ളത് അല്ലേ. പക്ഷേ ദ മാർക്കറ്റ് വാസ് വെയിറ്റിംഗ് ഫോർ ദ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ്. സോ ഡ്യൂറിംഗ് ദ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് വാട്ട് ഹാപ്പൻഡ്, 3.75% നിന്ന് 3.75% തന്നെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് വന്നതും. അതിൻ്റെ കൂടെ തന്നെ പുതിയ നമ്മുടെ ഫെഡ് ചെയർ കെവിൻ വാഷ് പറഞ്ഞത് എന്താണ്, ഈ ഒരു വർഷത്തെ എൻഡോടുകൂടി ഉറപ്പായിട്ട് ഒരു ഹൈക്ക് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം പറയുകയുണ്ടായി. അത് മാത്രമല്ല, ഓക്കെ, ടോട്ടൽ എത്രയാണ് നമ്മുടെ ഈ ഫെഡിനകത്ത് ഓൾമോസ്റ്റ് 18 പേരുള്ളതിനകത്ത് 9 out of 19 people tell there have to be a rate hike at the end of the year, by the end of the year എന്നുള്ളൊരു കാര്യം. ഓക്കെ, സോ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ബിക്കോസ് കെവിൻ വാഷ് പറഞ്ഞത് അവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എന്താണ്, അവരുടെ ഇൻഫ്ലേഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്, 2% കൊണ്ടുവരിക എന്നുള്ളത്. അതിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുക അല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ അങ്ങനെ ഒരു ഡിസിഷനൂടെ വന്നപ്പോൾ വീണ്ടും നമ്മളുടെ ഈ പറയുന്ന USD/JPYക്ക് മുകളിലോട്ട് താഴോട്ട് വരാതിരിക്കാനായിട്ടുള്ളൊരു കാരണവും കൂടി ആയി എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, സോ നമ്മൾ നേരെ അതിനുശേഷം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ GBP/USD ഡയറക്റ്റ്ലി നമ്മൾ ഇത് ചെയ്യുന്ന ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. സോ GBP/USD ആക്ച്വലി 1.3205 നിൽക്കുന്നു മാർക്കറ്റ്. സോ GBP/USD സംബന്ധിച്ചിടത്തോളം അവരുടെയും ഇൻട്രസ്റ്റ് റേറ്റിന് മാറ്റമൊന്നും ഉണ്ടായില്ല, 3.75% തന്നെയായിരുന്നു. പക്ഷേ അവിടെ നമ്മുടെ എന്താ പറയുക, അവിടുത്തെ അവരുടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ അവർ ഓൾറെഡി അവരുടെ ഇൻഫ്ലേഷൻ കുറഞ്ഞു. ഓക്കെ, ഓൾമോസ്റ്റ് 2.8% കുറഞ്ഞു. ഇനി കുറയ്ക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടിട്ട് തന്നെ അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടേണ്ട കാര്യമില്ല എന്നുള്ളൊരു കാര്യം കൂടെ അവർ പറഞ്ഞു അല്ലേ. സോ ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ്. സോ അതുകൊണ്ടിട്ട് തന്നെ GBP താഴോട്ട് പോയി എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. 1.3300 അവിടെ നിന്ന്. ഓക്കെ, സോ എനിവേസ് ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ളയും നമ്മുടെ എക്കണോമിക് പരമായിട്ടുള്ളയും കാര്യങ്ങൾ. സോ ഇതിനെ എങ്ങനെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിവേസ് നമുക്ക് ഈ ആഴ്ചത്തെ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തെ നമ്മളുടെ എങ്ങനെ നമ്മളുടെ
മാർക്കറ്റിനെ നോക്കിക്കാണണം, ലോങ്ങർ ടേമിൽ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവാം. സോ ഇന്ന് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, നമ്മുടെ USD/JPY ഒരു നല്ലൊരു പൊസിഷനുണ്ട്. അതുകൊണ്ട് നമുക്ക് USD/JPY നിന്നും തന്നെ തുടങ്ങാം. 161.65. സോ ഞാൻ പറഞ്ഞു 161.30 ടു 162 എന്ന് പറയുന്ന സോൺ എന്ന് പറയുന്ന ഒരു സെൽ സോൺ ആണെന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇവിടെ നിന്നൊക്കെ നമുക്ക് സെൽ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, സോ അതിൻ്റെ റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് 162 എന്ന് പറയുന്നത് നമ്മളുടെ ഓൾ ടൈം ഹൈ ആണ്. നമ്മളുടെ ഓൾ ടൈം ഹൈ അല്ല, 2000 ശേഷമുള്ള ഏറ്റവും വലിയൊരു ഹൈ പോയിന്റിലാണ് നമ്മുടെ USD/JPY നിൽക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് 162 എന്നൊരു ബിഗ് ഫോൾ വി ആർ എക്സ്പെക്ടിങ് ദാറ്റ്. പക്ഷേ എന്നും പറഞ്ഞ് 162 ഓൾ ടൈം ഹൈ ആണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ പൈസ എടുത്ത് അതിനകത്ത് ഇടണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങളൊരു $1000 ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ടൊരു 0.1 ലോട്ടിലൊക്കെ എടുക്കാം. ഓക്കെ, സോ ആ ഒരു $10,000 ഉള്ള ഒരാളാണെങ്കിൽ വേണമെങ്കിൽ ഒരു ലോട്ടിൽ എടുക്കാം. മനസ്സിലായില്ലേ? സോ അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ, ഇഫ് ഇറ്റ് ബ്രേക്സ് 162 ആൻഡ് ഗോയിങ് അപ്പ്, ഇറ്റ് വിൽ റീച്ച് 165. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഒരു $1000 ഉള്ള ഒരാൾക്ക് ഒരു 0.1 ലോട്ടിൽ അവർ ഈവൻ സ്റ്റോപ്പ് ലോസ് ഇട്ടില്ല. ഡെഫിനറ്റ്ലി 162.50 മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടണം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇട്ടില്ല എങ്കിൽ മാക്സിമം അവർക്ക് മിസ്സാകാൻ പോകുന്ന മാക്സിമം ഒരു $300. മനസ്സിലായില്ലേ? സോ അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ആ ഒരു റിസ്ക്കേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ടുള്ള ലോട്ട് സൈസുകൾ നിങ്ങൾ എടുക്കുക. ബേസിക്കലി എനിക്ക് പറയാനായിട്ടുള്ളത്, പല ആൾക്കാരും നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് ട്രേഡ് എടുത്തിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് വരാൻ നേരത്ത് നിങ്ങളൊന്നും പറയൂല, പക്ഷേ നിങ്ങൾക്ക് ലോസ് വരാൻ നേരത്ത് അയ്യോ ഞാൻ പറഞ്ഞത് കേട്ട് ലോസ് എടുത്തു എന്ന് നിങ്ങൾ പറയാറുണ്ട്. ഓക്കെ, അതിൻ്റെ റീസൺ അത് ഞാൻ എടുത്ത് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ചിലപ്പോൾ പ്രോഫിറ്റ് എടുക്കുന്ന ലോട്ട് സൈസ് വളരെ ചെറുതായിരിക്കും. നിങ്ങളൊക്കെ 2-3 ട്രേഡ് എടുത്ത് ഭയങ്കര കോൺഫിഡൻ്റ് ആയി നിങ്ങൾ ഒറ്റയടിക്ക് നിങ്ങൾ 10 ഇരട്ടി ലോട്ട് എടുത്തിട്ട് നിങ്ങളുടെ കാശ് പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? സോ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളൊരു ഡിസിപ്ലിൻ ട്രേഡർ ആവണം. നിങ്ങൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ടുള്ള ലോട്ട് സൈസ് എടുക്കുക. എൻ്റെ റെക്കമെൻഡേഷൻ USD/JPY, ഇതിൽ ഗോൾഡിലല്ല, USD/JPY $1000 ഉണ്ടെങ്കിൽ 0.1 ലോട്ട് എടുത്തോ. ഓക്കെ, ബട്ട് വിത്ത് പ്രോപ്പർ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, സോ 162 അടുത്തായിട്ട് നമുക്ക് വേണമെങ്കിൽ USD/JPY സെൽ എടുക്കാം. ബട്ട് യു ഹാവ് ടു ബി ഡിസിപ്ലിൻഡ് ഇൻ യുവർ ലോട്ട് സൈസ്, റൈറ്റ്? സോ ബേസിക്കലി ഇവിടെ നമ്മൾ സ്റ്റാർ ട്രേഡർ ചെയ്യുകയാണെങ്കിൽ ഈവൻ ഒരു $500 ഇടുന്ന ഒരാൾക്ക് $250 അവർക്ക് ബോണസ് കിട്ടും അല്ലേ. സോ $250 ബോണസ് വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാം? ഒരു എന്താ പറയുക 0.05 ലോട്ട് അല്ലെങ്കിൽ ഒരു 0.075 ലോട്ട് വരെ എടുക്കാം എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഓക്കെ, സോ അതൊരു 100 പിപ്പ് താഴെ വന്നാൽ, അല്ലെങ്കിൽ ഒരു 300 to 400 പിപ്സ് ഒക്കെ താഴെ വന്നാൽ ഡെഫിനറ്റ്ലി ഒരു $200 ഒക്കെ പ്രോഫിറ്റ് വരാം. മനസ്സിലായില്ലേ? സോ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതാണ് എനിക്ക് നിങ്ങളടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ ഇതാണ് എനിക്ക് USD/JPYയിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇന്നത്തെ ബേസിക് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ 161.80 അവിടെ നിന്നൊക്കെ സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 161.80 അവിടെ നിന്ന് സെല്ല് ചെയ്യുന്ന ആൾക്കാർ 162.10 അവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ടും വെച്ച് പോകണം. TP1 160.90, TP2 160.50 ഇന്നത്തെ ലെവലിലാണ്. ഇല്ലാത്തുള്ള ആൾക്കാർക്ക് ലോങ്ങർ ടേമിൽ 161.80 അവിടുന്ന് സെല്ലെടുത്തിട്ട് 162.50 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് നമുക്ക് വെയിറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ വി ക്യാൻ എക്സ്പെക്ട് 300 to 500 എന്താ പറയുക ലോങ്ങർ ടേം എന്താ പറയുക ഒരു TP ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം USD/JPYയിൽ. ഓക്കെ, സോ നേരെ നമ്മളുടെ GBP/USDയിൽ നമുക്ക് വരാം. GBP/USD 1.32036 നിൽക്കുന്നു. സോ ഒരു അപ് ട്രെൻഡ് തന്നെയാണ് മാർക്കറ്റ്. ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാം. ഓക്കെ, ഇന്നത്തെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. ഇന്നത്തെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് 1.3180 താഴെ സ്റ്റോപ്പ് ലോസ്. TP നിങ്ങൾക്ക് 1.3245 TP1 1.3270 നമുക്ക് TP2 വെച്ച് പോവാം. ഓക്കെ, ഇന്നത്തെ സിനാരിയോയിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നാളത്തേക്കല്ല, ഇന്നത്തെ സിനാരിയോയിൽ നിങ്ങൾക്കിത് ചെയ്ത് പോവാം. ഓക്കെ, ഇല്ലാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോങ്ങർ ടേമിലോട്ടാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇന്ന് നമുക്ക് അവസാനിക്കുന്നത് 1.3200 മുകളിലും നാളെ രാവിലെ 7:30 മണിക്ക് 1.3200 മുകളിലുമാണ് എങ്കിൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് കുറച്ച് വൈഡൻ ചെയ്ത് 1.3140 താഴെയായിട്ട് വെക്കുക. TP1 1.3450 TP2 1.3600 വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതാണ് GBPയുടെ ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ഓക്കെ, സോ നേരെ നമ്മളുടെ യൂറോ യു എസ് ടിയിലോട്ട് വരാം. യൂറോ യു എസ് ടിക്ക് ഒരു ലോങ്ങർ ടേം ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് എനിക്കറിയില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 1.1450 റേഞ്ചിൽ ബൈ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് 1.1420 താഴെയായിട്ട്. TP1 1.1495, TP2 1.1520 അവിടെയൊക്കെ നമുക്ക് TP1 വെച്ച് പോകാം. ലോങ്ങർ ടേമിലോട്ടാണ് എങ്കിൽ എനിക്ക് പ്ലാൻ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ 1.1350 അവിടത്തൊക്കെ ബൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്ത് പോകാം. ഓക്കെ, ബട്ട് സ്റ്റിൽ എനിക്ക് സ്റ്റോപ്പ് ലോസ് കുറച്ച് വൈഡൻ ചെയ്ത് വെക്കേണ്ടി വരും. 1.1380 അടുത്തായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. TP നിങ്ങൾ 1.1600 നമുക്ക് ഫസ്റ്റ് TPയും 1.1700 1.1800 നമുക്ക് TP2 വെച്ച് പോവാം. ഓക്കെ, നേരെ നമ്മളുടെ ഗോൾഡ് ആശാനിലോട്ട് പോവാം. ഗോൾഡ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിനകത്ത് എനിക്ക് വലിയൊരു പിടി കിട്ടിയിട്ടില്ല. ഓക്കെ, അപ് ട്രെൻഡ് ആണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ബേസിക്കലി 4180 മുകളിൽ നിൽക്കുന്നിടത്തോളം അപ് ട്രെൻഡ് തന്നെയായിരിക്കും. സോ അതുകൊണ്ടിട്ട് തന്നെ 4180-85 ലെവലിൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി. അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 4171 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ടും പാലിച്ച് പോവുകയും ചെയ്യണം. ഓക്കെ, സോ അതാണ് എനിക്ക് നമ്മുടെ USD JPYയിൽ നമ്മുടെ ഗോൾഡിൽ XAY USDയിൽ പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, വേറെ പ്രത്യേകിച്ച് ടേക്ക് പ്രോഫിറ്റ് നിങ്ങളുടെ ഔചിത്യമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇട്ട് പോവുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ട് നമുക്ക് എന്താ പറയുക, നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ലോട്ട് സൈസ് നിങ്ങൾ ചെയ്യണം. ലോട്ട് സൈസ് നിങ്ങൾ നല്ലോണം നോക്കണം. ഓക്കെ, അതേപോലെ സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റ് ഇട്ട് തന്നെ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, സോ എനിവേയ്സ് ദാറ്റ്സ് ഓൾ. അതേപോലെ നമ്മുടെ എന്താ പറയുക, നിങ്ങൾക്ക് ബ്രോക്കേഴ്സ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുക. നമ്മൾ നല്ല ബ്രോക്കേഴ്സിനെ ചൂസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, സോ എനിവേയ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എൻ്റെ നമ്പർ എടുത്ത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.